ഇതെന്തോ പരിപാടി? മക്കളെ കറണ്ട് ഇല്ല, ഫാൻ ഓഫ് ചെയ്യേ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഈ ഡേ ഇൻ മൈ ലൈഫ് സീരീസിൽ ഇന്ന് 3rd ഡേ ആണ് കേട്ടോ. ആക്ച്വലി ഇത് കുറച്ച് പേർക്കെങ്കിലും കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇത് ഇച്ചിരി പഴയ മീൻസ് ഒരു 1 വീക്ക് ബിഫോർ വീഡിയോ ആണ്. 1 വീക്കിന് കംപ്ലീറ്റ്ലി ഞാൻ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്തെല്ലാം വെച്ചിരുന്നു, ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അതാണ് ഷെഡ്യൂൾ ചെയ്തപ്പം ഈ വീക്കിലേക്കാണ് ഷെഡ്യൂൾ ചെയ്തത്, കാരണം വേറെ കുറച്ച് വീഡിയോസും കൂടെ ഇടാനുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഇൻ കേസ് ടൈം കിട്ടിയില്ല എങ്കിൽ എന്ന് ഓർത്തിട്ട് ഒരു ബഫർ ടൈം പോലെയാണ് കേട്ടോ ഞാൻ അടുത്ത വീക്കിലേക്ക് എടുത്തത്. അപ്പം എന്താണേലും പല്ലൊക്കെ എടുത്ത് വായൊക്കെ മുറിഞ്ഞ് ഏകദേശം ഇങ്ങനെ പണി കിട്ടിയിരിക്കുന്ന ഒരു ടൈമായിരുന്നു കേട്ടോ. അത് നല്ല പെയിൻ ഉണ്ടായിരുന്നു. അപ്പം അച്ഛനും അമ്മയൊക്കെ തലേന്ന് രാത്രി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഫങ്ഷന് വേണ്ടിയിട്ട് വന്നതായിരുന്നു. ഭയങ്കര എന്താ പറയുക, അവർ ട്രിവാൻഡ്രത്താണുള്ളത്, ഞാനും ട്രിവാൻഡ്രത്തായിരുന്നു. ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് അങ്ങനെ ഇടുക്കിയിലേക്ക് മൂവ് ചെയ്തതായിരുന്നു. അപ്പോൾ അവർ അവിടെ നിന്ന് ഇങ്ങ് വരെ വന്നു കേട്ടോ. അപ്പം നമ്മുടെ പേരൻസൊക്കെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മൊത്തത്തിലൊരു അലസതയാണ്. എനിക്ക് അമ്മ വീട്ടിൽ ഉണ്ടെങ്കിൽ ഞാൻ അവിടെയാണെങ്കിലും ഞാൻ ഇവിടെ ആണെങ്കിലും അമ്മ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അലസതയായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നും അത്യാവശ്യം നേരത്തെ തന്നെയാണ് എണീറ്റത്. വീട്ടിലെല്ലാവരും ഉള്ളപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇച്ചിരി നേരത്തെ എണീക്കും, കുറച്ച് താമസിച്ച് ഉറങ്ങുകയും ചെയ്യും. അങ്ങനെ ഉറക്കമില്ലാത്ത ദിവസങ്ങളിലാണ്. അങ്ങനെ രാവിലെ എണീറ്റ് ഞാൻ നോക്കിയപ്പോൾ തന്നെ ഇതാണ് കേട്ടോ ഞാൻ കണ്ടത്. ഭാവി ആളും കൂടെ ഭയങ്കര ഗെയിം കളിയായിരുന്നു. ബോള് വെച്ച് അവനാണെങ്കിൽ കണ്ണ് തുറന്ന് എണീറ്റ് നിന്ന് പറയണത് ബാപ്പ ആമെന്നാട്ടോ. അതായത് അവന് ആദ്യമേ വെളിയിൽ പോകണം. അപ്പം ഞാൻ ഇങ്ങനെ കുറേ കർട്ടനൊക്കെ എല്ലാം ഇങ്ങനെ മൂടിയിട്ടൊക്കെയായിരുന്നു. ഭയങ്കര തണുപ്പാണ് ഇവിടെ. രാത്രി മഴ പെയ്യുന്ന ദിവസങ്ങളിൽ നമുക്ക് ഭയങ്കര പാടാണ്. അങ്ങനെ കുറച്ച് നേരം അലക്സയൊക്കെ ഇട്ടു. അനിയനും വന്നിട്ടുണ്ടായിരുന്നു. അനിയൻ ബാംഗ്ലൂരാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അവനും വന്നിട്ടുണ്ടായിരുന്നു. അവൻ ഫംഗ്ഷൻ്റെ തലേന്ന് രാത്രി തന്നെ അവന് പോകേണ്ടി വന്നു കേട്ടോ. അപ്പോൾ രാവിലെ കടലക്കറി, പിന്നെ ഞാൻ ഉച്ചത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പയർ മെഴുക്കുമായിട്ട് വെച്ചിരുന്നു. പിന്നെ ഇതാണ് കേട്ടോ എൻ്റെ അനിയൻ. പിന്നെ ഉപ്പുമാവായിരുന്നു ഉണ്ടായിരുന്നത്. ഉപ്പുമാവും കടലക്കറി ആയിരുന്നു കേട്ടോ. പുട്ട് എന്നാണ് വിചാരിച്ചതെന്ന് വെച്ചാൽ പുട്ടിൻ്റെ പൊടിയിനകത്തത് കൊണ്ട് നമ്മൾ ഉപ്പുമാവിൽ അഡ്ജസ്റ്റ് ചെയ്തു. ഉപ്പുമാവും കടലക്കറിയും വെച്ചു. എല്ലാവരും കഴിച്ചപ്പോൾ തന്നെ നല്ല സമയം കിട്ടും, നല്ല ലേറ്റായി. അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും വന്നു കഴിഞ്ഞാൽ നമുക്കങ്ങനെ പ്രത്യേകിച്ച് ഒരിതുണ്ടാവില്ലല്ലോ. അപ്പോൾ അനിയനിങ്ങനെ മാസത്തിൽ ഒരിക്കലല്ല 2 മാസം ഒരിക്കലൊക്കെ ആയിരിക്കും കേട്ടോ അവനെ കാണുക. അതുകൊണ്ട് തന്നെ അവനെ എടുത്തുകൊണ്ട് ഓടി നടക്കുമായിരുന്നു. അവന് എപ്പോഴും ഉണ്ട് കളിയും ഇതുമൊക്കെ. ഇതെടുത്തുകൊണ്ടിരുന്ന സമയത്താണ് കേട്ടോ അവൻ്റെ ഫ്രണ്ടിലെ മുടി ആക്ച്വലി ഞങ്ങൾ മുട്ടയടിച്ചതിന് ശേഷം ഒരു പ്രാവശ്യം കൂടെ ഹെയർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ ഞങ്ങൾ തീരുമാനം എടുത്തു ഒന്നും കൂടെ ഒന്ന് മുടി വെട്ടിക്കാമെന്ന്. കാരണം അവൻ പെട്ടെന്ന് മുടി വേർക്കുകയും ഒരുപാട് പ്രാവശ്യമായിട്ട് ജലദോഷം വരികയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ ഓർത്തു ഒന്നും കൂടെ മുടി വെട്ടിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ മുടി വെട്ടിക്കാൻ പോകാനായിട്ടിരിക്കുകയാണ് കേട്ടോ. പക്ഷേ അന്നിനിപ്പോൾ വേണ്ട, വേറൊരു ദിവസം വെട്ടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇരിക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ ഇവനൊന്ന് ഉറക്കിയെടുക്കാമെന്ന് ഓർത്തുകൊണ്ട് ഇവനൊരു രാവിലെയൊക്കെ എണീക്കുകയാണെങ്കിൽ ഒരു 11 മണി 12 മണിക്കകത്ത് എന്തായാലും ഉറങ്ങും. അപ്പം അങ്ങനെ ഉറക്കാനുള്ളൊരു ദത്തപ്പാടിലാണ്. കാരണം പിന്നെ എനിക്ക് എൻ്റെ പല്ല് തട്ടരുതല്ലോ, പല്ല് ഇളക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് നല്ല വേദനയുണ്ട്. പല്ല് തട്ടാതിരിക്കാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്യുമായിരുന്നു കേട്ടോ. അപ്പോൾ അവനാണെങ്കിൽ നമ്മൾ പിള്ളേരല്ലേ, അവരിങ്ങനെ ഇത് ചെയ്ത് തട്ടിക്കൊണ്ടിരിക്കും, അവർക്കറിയില്ലല്ലോ. അങ്ങനെ ഓർമ്മയൊക്കെ കഴിഞ്ഞ് എണീറ്റ് അടുത്ത കൊണ്ടുവന്ന പരിപാടികളൊക്കെ തുടങ്ങിയായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ്റെ അടുത്ത് അടി കിടക്കുന്ന നമ്മുടെ ടീപ്പോയുടെ അടിയിൽ അവൻ്റെ ചെരുപ്പുണ്ടായിരുന്നു, ഷൂ. അവനോട് നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും അവന് കാര്യമൊക്കെ മനസ്സിലാവും കേട്ടോ. പക്ഷെ അവൻ റിപ്ലൈ ചെയ്ത് മറുപടി പറയുന്നത് വളരെ കുറവാണ്. ഷൂ എടുക്കുമെന്ന് പറഞ്ഞാൽ ഓടിപ്പോയി അവൻ്റെ ഷൂ തന്നെ എടുക്കും. ഇപ്പോൾ ഫോണാണെങ്കിലും ഇന്ന ആളുടെ ഫോണാണ്, അച്ഛൻ്റെ ഫോണാണ്, അല്ലെങ്കിൽ അമ്മയുടെ ഫോണാണ്, അമ്മമ്മയുടെ ഫോണാണെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് അവന് അറിയാം കേട്ടോ. പക്ഷേ അവൻ പറയില്ല.
ഇങ്ങനെ എടുത്തു പറയുന്നത് വളരെ കുറവാണ്. അതായത് ഇത് അമ്മ ഫോൺ അങ്ങനെ പറയില്ല, അങ്ങനെ അമ്മ അച്ഛ അങ്ങനെ മാത്രമേ പറയാറുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഷൂ എന്തോ എടുപ്പിക്കുകയാണ്, അച്ഛൻ എണീക്കാൻ വയ്യാത്തതുകൊണ്ട് പോലെ കൊണ്ട് ഷൂ എടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം വടിയൊക്കെ കൊടുത്തിട്ട് വടിയിട്ട് എടുക്കാൻ പറഞ്ഞതേ ഉള്ളൂ, അതിന് മുന്നേ തന്നെ അവനത് ട്രൈ ചെയ്ത് എങ്ങനെയൊക്കെയോ എടുത്തു കേട്ടോ, കമ്പ് വെച്ചിട്ട് അങ്ങനെ ട്രൈ ചെയ്തെടുത്തു. ഇപ്പോൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊഞ്ച് കയറുമ്പോൾ ഇഴയണ ഈ തറയിലിങ്ങനെ ഇഴയണ ഒരു സ്വഭാവമുണ്ട് കേട്ടോ. അതായത് നമ്മുടെ മുറ്റത്ത് തന്നെ റംബൂട്ടാൻ്റെ മരമുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും കൂടെ കയറി മരത്തിൽ നിന്ന് റംബൂട്ടാൻ തള്ളി ഇടുമായിരുന്നു. പച്ച റംബൂട്ടാനേ ഉള്ളൂ കേട്ടോ, ബാക്കി പഴുത്തൊന്നും കിട്ടാറില്ല നമ്മുടെ കയ്യിൽ. ആകെ കണ്ട ഒരു റെഡേ ഉള്ളൂ, ബാക്കിയെല്ലാം ഒരു യെല്ലോ അല്ലെങ്കിൽ ഒരു ഗ്രീൻ കളറിലാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ വാവയാണെങ്കിൽ അപ്പം ഇത് ആക്ച്വലി എൻ്റെ കുഞ്ഞമ്മ എടുത്തു തന്ന ഉടുപ്പാണ് കേട്ടോ. അപ്പം അതിന് ഫോട്ടോ എടുക്കുന്ന കാര്യമൊക്കെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവൻ ആക്ച്വലി ചേട്ടാ എന്ന് വിളിക്കുന്നത് എൻ്റെ അനിയനെയാണ്. മാമ എന്ന് വിളിക്കാൻ പറഞ്ഞിട്ട് കേൾക്കാതെ അമ്മ വഴക്കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചേട്ടയല്ല മാമ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ അച്ഛൻ്റെ വണ്ടിക്ക് എന്തോ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു, അതായത് എന്തോ ചെക്ക് എഞ്ചിനോ അങ്ങനെ എന്തോ കാണിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ വണ്ടി സർവീസിന് എടുത്തിരിക്കുകയായിരുന്നു. പ്ലസ് ഞങ്ങൾക്ക് കുറച്ച് ഡ്രസ്സ് മേടിക്കാനുണ്ടായിരുന്നു, ഞങ്ങൾക്ക് എല്ലാവരുടെ വാവയ്ക്ക് ഡ്രസ്സ് മേടിക്കാനുണ്ടായിരുന്നു. ഈ കുഞ്ഞൊക്കെ ജനിച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഉടുപ്പ് അവർക്കായിരിക്കുമല്ലോ കിട്ടുക. അപ്പം അവന് ഉടുപ്പുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവൻ ഈ വേൾഡിൽ പുതിയൊരു ഹ്യൂമൻ ബീങ് ആയതുകൊണ്ട്, പുതിയ ഹ്യൂമൻ ബീങ് ആയിട്ട് ഇപ്പോൾ കുറച്ച് നാളായി, എന്നാലും ഉടുപ്പ് എപ്പോഴും ആവശ്യം വരെ അവർക്കാണല്ലോ നമ്മളെക്കാൾ ഉപരി. അപ്പം അങ്ങനെ ഞങ്ങൾ ഷോപ്പ് ചെയ്യാനും കാർ എടുക്കാനൊക്കെ ആയിട്ട് പോകുമായിരുന്നു കേട്ടോ. അപ്പോൾ എന്തേ വാവക്കുട്ടനാണെങ്കിൽ അങ്ങനെ ഫ്രണ്ട് സീറ്റിൽ പൊതുവേ ഞാൻ ഇരുത്താറില്ല. ഇതൊരു ബാക്ക് സീറ്റിൽ അല്ലെങ്കിൽ ഞാൻ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടേ ഇരുത്താറുള്ളൂ കേട്ടോ. എങ്ങനെയാണെങ്കിലും അത് ഞങ്ങൾ കാർ എടുക്കാനൊക്കെ വന്നു. കാരണം എന്തോ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു, അതാണ് ഞങ്ങൾ കാർ എടുക്കാൻ വന്നത്. പിന്നെ അവിടെ നിന്നു. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കല്യാണം എങ്ങനെ ഉണ്ടായി, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇങ്ങനെ ആൾ മീറ്റ് ചെയ്തത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം കല്യാണം എന്ന് നടന്നത് നവംബർ 12 അന്ന് കല്യാണം നടന്നിട്ടുണ്ടായിരുന്നു. വളരെ പെട്ടെന്ന് കണ്ണടച്ച് തുറക്കും മുമ്പേ കല്യാണം കഴിഞ്ഞ ആൾക്കാരാണ് കേട്ടോ ഞങ്ങൾ. ആള് മാട്രിമോണിയിൽ കയറി ഫസ്റ്റ് പ്രൊഫൈൽ എൻ്റെതും, ഞാൻ 2 വർഷമായി വർഷമായി അങ്ങനെ എന്തോ അന്വേഷിക്കില്ലേ, അങ്ങനെ അന്വേഷിച്ച് അവസാനം കണ്ടെത്തിയ ആളാണ് ആളുടെ പേര് അജീഷ് എന്നാണ് കേട്ടോ. ആള് IT തന്നെയാണ് വർക്ക് ചെയ്യുന്നത്, IT പ്രൊഫഷണലാണ്. അപ്പോൾ നമ്മളാണെങ്കിൽ ഇങ്ങനെ മാട്രിമോണിയിൽ ത്രൂ കണ്ടു. അതിന് മുന്നേക്ക് എനിക്ക് വേറെ പെണ്ണുകാണലും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആളുടെ ഫസ്റ്റ് വിളിച്ച് തന്നെ ദൈവമേ ഫസ്റ്റ് തന്നെ ഇങ്ങനെ ഉറപ്പിക്കണോ എന്നൊക്കെ വിചാരിച്ച ഒരു ഫസ്റ്റ് ഇതായിരുന്നു കേട്ടോ. അപ്പോൾ പെണ്ണുകാണലിന് മുന്നേ തന്നെ ഒരുപാട് ദൂരമായതുകൊണ്ട്, ഞങ്ങളൊരു 5 മണിക്കൂറോളം ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ഒരുപാട് ദൂരമായതുകൊണ്ട് തന്നെ ഞങ്ങൾ ആദ്യം വിളിച്ച് സംസാരിച്ച് എങ്ങനെയാണെന്ന് അറിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ കാര്യം ഉറപ്പിച്ചത് കേട്ടോ. അങ്ങനെ ഒരു ഓഗസ്റ്റ് 1 2020 ഓഗസ്റ്റ് 1 ആയപ്പോൾ ഞങ്ങൾ കണ്ടുമുട്ടി. ഒരു 4-5 ദിവസം മുന്നേ ഞങ്ങൾ വിളിച്ചു, സംസാരിച്ചു, ഓക്കെ ആന്ന് പറഞ്ഞു, വന്നു, കണ്ടു, അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ചടങ്ങൊക്കെ കഴിഞ്ഞ് ഒക്ടോബർ ആയപ്പം സാരി എടുത്തു. നവംബർ ആയപ്പോഴേക്കും കല്യാണവും കഴിഞ്ഞു. ഇത്രയും എളുപ്പത്തിൽ ഇങ്ങനെ കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും നിങ്ങൾ കല്യാണം കഴിഞ്ഞു കേട്ടോ. ഇനി ഇതിൻ്റെ ഇടയിൽ എങ്ങനെയാണ് മനസ്സറിഞ്ഞത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ എന്നും സംസാരിക്കുമായിരുന്നു. എനിക്ക് ഫസ്റ്റിൽ തന്നെ ഭയങ്കര ഓണസ്റ്റി ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആളുടെ ഒരുപാട് കടന്നുപോയ ഡിഫിക്കൽട്ടായിട്ടുള്ള ഫേസസ് എൻ്റെ അടുത്ത് ഓണസ്റ്റ്ലി തന്നെ സംസാരിച്ചു. ഫസ്റ്റ് ഡേ മീറ്റ് ചെയ്തപ്പോൾ തന്നെ സംസാരിച്ചു. അപ്പോൾ തന്നെ എനിക്ക് മെയിൻ തിങ് വാസ് കമ്മ്യൂണിക്കേഷൻ ഉള്ള ഒരാളായിരിക്കണം, അതായത് എൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരാളായിരിക്കണം എനിക്ക് വളരെ നിർബന്ധമുള്ളായിരുന്നു. പിന്നെ ആദ്യം കാണുന്ന ആളൊക്കെ ഒന്നും മിണ്ടില്ലായിരുന്നു കേട്ടോ. ആളൊക്കെ ഇങ്ങനെ വാടച്ചിരിക്കുന്നത് അങ്ങനത്തെ ആൾക്കാരായിരുന്നു. അന്നേ എനിക്ക് വലിയ താല്പര്യമേ. പിന്നെ നമുക്കങ്ങനെ ആ സമയത്തൊന്നും ഒന്നും പറയില്ലായിരുന്നു കേട്ടോ. പിന്നെ അവർക്കിങ്ങനെ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വെച്ചതായിരുന്നു. അവസാനം 3ാമത് വന്ന ആളാണ് ഇപ്പം ഞാൻ കല്യാണം കഴിച്ചിരിക്കണേ. അങ്ങനെ കണ്ടു. എല്ലാ ആളും ഓണസ്റ്റ്ലി പറഞ്ഞതുകൊണ്ട് തന്നെ ആ ഓണസ്റ്റി തന്നെ ഞാൻ വീണു.
പിന്നെ ഞാനും എൻ്റെ ഡിഫിക്കൽട്ടീസും ഓണസ്റ്റിനെസ്സും കമ്മ്യൂണിക്കേഷനും എല്ലാം നടത്തിയിട്ട് ശരിക്കും പറഞ്ഞൊരു 1 മന്തിനകത്ത് തന്നെ ഞങ്ങൾ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഒത്തുപോകാൻ പറ്റുന്ന ആളാണ് എന്ന് മനസ്സിലായതിന് ശേഷമാണ് എൻഗേജ്മെൻറ്റും കണ്ടുമുട്ടിയ ആ മാസം തന്നെ, അതായത് പെണ്ണ് കാണലുടെ ആ മാസം തന്നെ അവസാനം നടത്തിയിട്ടോ എൻഗേജ്മെൻറ്റ്. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് കല്യാണം. അങ്ങനെയായിരുന്നു. അത്ര എളുപ്പത്തിലായിരുന്നു കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ആളും വിചാരിച്ച് കണ്ണടച്ച് കിടക്കണതിന് മുന്നേ കല്യാണം കഴിഞ്ഞു. എൻ്റെ അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ കണ്ടുമുട്ടിയതായിരുന്നു ഞങ്ങൾ. അത് ഭയങ്കരമായ ലവ്, എല്ലാവരും പക്ഷേ ഞങ്ങൾ ലവ് ചെയ്താണ് കെട്ടിയതെന്ന് വിചാരിക്കുമായിരുന്നു കേട്ടോ. കാരണം ഈ കല്യാണ സമയത്തിന് കുറച്ച് നാൾ മുന്നേ വരെ ട്രിവാൻഡ്രത്ത് ഒരു 3-4 മാസം എന്തോ വർക്ക് റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അറിയുന്നില്ലല്ലോ, നമ്മൾ ഒരു ഇതും ഇല്ലല്ലോ, ഒരു ലിങ്കും ഇല്ല. അങ്ങനെ ഇങ്ങനെ ഒരു പേര് പോലും ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ലിങ്കേ ഇല്ലായിരുന്നു. പിന്നെ കല്യാണം കഴിഞ്ഞു. കംപ്ലീറ്റ്ലി അറേഞ്ച്ഡ് മാരേജ് തന്നെയായിരുന്നു. അതിനുശേഷമാണ് ആളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എന്തായാലും എനിക്ക് ജോലി വേണം എന്നുള്ളത്. അങ്ങനെ ഞാൻ കല്യാണം കഴിഞ്ഞ മുന്നേ തന്നെ, അതായത് ഉറപ്പിക്കണമെന്ന് പറയുന്നതിന് മുന്നേ തന്നെ മാക്സിമം അതിന് മുന്നേ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ആ ട്രയലൊന്നും നടന്നില്ല. അതിനുശേഷം ഞാൻ വളരെ കഷ്ടപ്പെട്ട് ഇതെടുത്ത് ട്യൂഷൻ പോലെ, നമ്മൾ ഓൺലൈനിൽ ട്യൂഷൻ എടുക്കുന്നത് പോലെ ട്യൂഷൻ ക്ലാസ്സസിൻ്റെ ഒരു ഇത് കിട്ടി കേട്ടോ. എന്തോ ഭാഗ്യത്തിന് എങ്ങനെയോ കിട്ടി. അപ്പോൾ പെർ അവർ ക്ലാസ് വെച്ചിട്ടായിരുന്നു. അപ്പോൾ എനിക്ക് കല്യാണം കഴിഞ്ഞ പാടെ തന്നെ എൻ്റെ കയ്യിൽ കാശുണ്ടായിരുന്നു. ഞാൻ പറയണമെന്ന് വെച്ചാൽ, നമ്മൾ എന്ത് പറഞ്ഞാലും നമ്മൾ എങ്ങനത്തെ ആളാണ്, എങ്ങനെ ആരുടെ ആണെങ്കിലും, പേരൻസിനോടെ ആണെങ്കിലും ശരി, സ്പൗസിനോടെ ആണെങ്കിലും ശരി, ജീവിക്കുന്ന സമയത്ത് ഒരു 5 രൂപയെങ്കിൽ 5 രൂപ നമ്മുടെ കയ്യിൽ എടുക്കാനുണ്ട് എന്ന് പറയുന്നതിൻ്റെ വില ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. ഇറ്റ്സ് വെരി ഡിഫറെൻറ്റ്. അതുപോലെ തന്നെ മിനിമമെങ്കിലും ചെയ്യേണ്ട ഒരു കാര്യമാണ് അറ്റ്ലീസ്റ്റ് ഒരു വണ്ടി, സ്കൂട്ടറെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു 2 വീലർ പഠിച്ചു വയ്ക്കുക. കാരണം ഒരു സമയത്ത് നമുക്ക് ഒരിടത്ത് പോകണമെങ്കിൽ മറ്റൊരാളുടെ സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നമ്മുടെ സമയം കളഞ്ഞ് ആളുടെ സമയം കളഞ്ഞ് പോകുന്നതിനുപരി നമുക്കൊരാവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ വണ്ടി പഠിച്ച് നമ്മൾ സ്കൂട്ടർ യൂസ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടൈം, അവിടെ ആളെ വെയിറ്റ് ചെയ്യുന്നൊരു ടൈം നമുക്ക് ഒഴിവാകും, ആളുടെ സൗകര്യം നോക്കേണ്ട ഒരു ടൈം നമുക്ക് ഒഴിവാകും അല്ലേ. അതുകൊണ്ട് തന്നെ പണ്ട് ഞാൻ 18 ഇയേഴ്സ് 19 ഇയേഴ്സ് ആയപ്പോൾ തന്നെ എൻ്റെ അച്ഛനും അമ്മയും വണ്ടി പഠിപ്പിച്ച് ലൈസൻസ് ആദ്യമേ തന്നെ എടുപ്പിച്ചായിരുന്നു കേട്ടോ. കാറിൻ്റെ എടുപ്പിച്ചു, സ്കൂട്ടറിൻ്റെ എടുപ്പിച്ചു, രണ്ടും എടുപ്പിച്ചു. കാരണം എനിക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ തനിയെ പോകുക എന്നുള്ളത് പണ്ട് മുതൽ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഒരു പോളിസി ആയതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും തനിയെ പൊക്കോളാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നമ്മളെ വേണ്ടാത്തതുകൊണ്ടോ ഇഷ്ടമില്ലാത്തതുകൊണ്ടോ അല്ല. എൻ്റെ അച്ഛൻ എപ്പോഴും എന്നെ ഇങ്ങനെ ഭയങ്കര ഇൻഡിപെൻഡൻ്റ്ലി വളർത്താൻ ശ്രമിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പം എന്തൊരു കാര്യം ഉണ്ടെങ്കിലും നമുക്ക് തനിയെ പോകാമല്ലോ. സ്കൂളിലായിരുന്നെങ്കിൽ പോലും ഞാൻ അനിയനെയും കൊണ്ട് ബസ്സിൽ, പണ്ടങ്ങനെയല്ലായിരുന്നു, അച്ഛൻ തന്നെ വിളിച്ചുകൊണ്ട് വരും, അച്ഛൻ തന്നെ കൊണ്ടുപോകും. ഞങ്ങളിങ്ങനെ സ്കൂൾ ബസ് പോലെയായിരുന്നു ഞാനും അച്ഛനും അമ്മയും അനിയനും കൂടെ ബൈക്കിൽ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അമ്മ ഓഫീസിൽ വിളിക്കാൻ പോകുമ്പോഴൊക്കെ എല്ലാവരും കളിയാക്കുമായിരുന്നു, സ്കൂൾ ബസ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അതിൽ നിന്ന് മാറി ഞാനൊന്ന് വലുതായതിന് ശേഷം പിന്നെ അച്ഛന് നമുക്കൊരു ട്രസ്റ്റ് ഉണ്ടല്ലോ. എൻ്റെ അമ്മ എപ്പോഴും എൻ്റെ അടുത്ത് പറയാറുണ്ട്, അവളെ എവിടെയെങ്കിലും വിട്ട് കഴിഞ്ഞാൽ അവൾ വീട്ടിൽ തിരിച്ചു വരുമെന്ന് നമുക്കറിയാം എന്നൊരു വിശ്വാസം. അതുകൊണ്ട് തന്നെ എവിടെ പോയാലും പൈസ ഇത്ര രൂപ തന്നു വിടും, ഇത്രയും രൂപയ്ക്ക് ഞങ്ങൾ പോയി തിരിച്ചും വരുമായിരുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ചിലപ്പോൾ ആ ഒരു ട്രസ്റ്റ് ഉണ്ടായിരുന്നോണ്ട്, പേരൻസിന് ഞങ്ങളുടെ അടുത്തുണ്ടായിരുന്ന ട്രസ്റ്റ്, ഞങ്ങൾക്ക് അവരുടെ അടുത്തുണ്ടായിരുന്ന ഒരു ട്രസ്റ്റ്, അതൊക്കെ വെച്ചിട്ട് തന്നെയായിരിക്കാം ഞാൻ എവിടെ പോവുകയാണെങ്കിലും എന്ത് കാര്യവും എൻ്റെ ഒരു കാര്യമാണ്, അതായത് വേറെ ആളെ ബാധിക്കുന്ന കാര്യമല്ല, എൻ്റെ മാത്രം കാര്യമാണെങ്കിൽ ഞാൻ ഓട്ടോമാറ്റിക്കലി അത് തനിയെ തന്നെ ചെയ്യും കേട്ടോ. അതുകൊണ്ട് തന്നെ സാധാരണ ഇപ്പം ഞാൻ പലയിടത്തും കേൾക്കാറുണ്ട്, ഹസ്ബൻഡ്സാണ് അങ്ങനെ വൈഫിനെ ആക്കി എടുക്കാൻ ശ്രമിക്കാറ്. കാരണം അവർക്ക് നന്നായിട്ട് സമയം നഷ്ടപ്പെടുന്നൊരു കാര്യമാണല്ലോ. ഒരു ബ്യൂട്ടി പാർലറിൽ പോകണമെങ്കിൽ പോലും നമ്മൾ ഹസ്ബൻഡിനെ കൊണ്ട് പോകേണ്ട ഒരു അവസ്ഥ അത്ര ഒരു സുഖമുള്ള ഏർപ്പാടല്ല. അപ്പോൾ അവർക്കും ടൈം വേസ്റ്റാണ്, അത്രയും നേരം വായി നോക്കി വെറുതെ ഇരിക്കണ്ടേ. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം മുതൽ കുറേ കാര്യങ്ങൾ, എന്താ പറയുക, ഒരു ലൈഫിൻ്റെ ഹാഫ് ഭാഗവും പകുതി കാര്യങ്ങൾ പഠിച്ചു. ഇപ്പോഴും വേറെ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കുന്നു, പുതിയ പുതിയ കാര്യങ്ങൾ. കുക്കിംഗ് എനിക്ക് അത്ര അറിയാത്തൊരു കാര്യമായിരുന്നു. ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം ആളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ആളുടെ ഇതിനുള്ള ഇപ്പോൾ ചിക്കൻ്റെ പല വെറൈറ്റീസ് ഒക്കെ ട്രൈ ചെയ്യാൻ തുടങ്ങിയത് ആൾ ലൈഫിൽ വന്നതിന് ശേഷം കേട്ടോ. അപ്പം എന്താണേലും വേറെ ദിവസം വേറെ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ഞാനിങ്ങനെ കഥയൊക്കെ പറഞ്ഞ് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു.
എനിക്ക് കുഞ്ഞ ഷോപ്പിംഗ് എൻ്റെ പാല് മേടിക്കാനാണ് പോകുന്നത്. പിന്നെ അന്ന് വൈകിട്ട് തന്നെ അനിയൻ തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര സങ്കടമായിരുന്നു അവനും ഞങ്ങൾക്കും. വൈകിട്ട് പോകുക എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസമായിരുന്നു ഫംഗ്ഷൻ. അവൻ ഒരു ദിവസം പോലും നിൽക്കാനുള്ള ലീവ് ഇല്ലാത്തത് കൊണ്ടാണ് അവൻ ഓടിപ്പിടിച്ച് വന്നിട്ട് പോയത് കേട്ടോ. അപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. വേറെ ദിവസം വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ ബൈ, സീ.